മക്കളെ നമ്മൾ സെക്കൻഡ് പാർട്ട് നോക്കി കഴിഞ്ഞു. ഇനി ഫസ്റ്റ് പാർട്ടാണ് നോക്കാൻ പോണത്. ഫസ്റ്റ് പാർട്ടിൽ അത് സഹീമിലാൻ നിങ്ങൾക്ക് വർഷ നിങ്ങൾ പഠിച്ച കവിതയിലാണത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കവിത വർഷ ആയി എന്ന് പറഞ്ഞിട്ടൊരു കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ വർഷ ആയി എന്ന കവിതയിലാണ് നമ്മൾ നോക്കുന്നത്. അതൊരു സഹീമിലാനാണ്. നിങ്ങൾ കവിത നന്നായിട്ട് വായിക്കുക. നന്നായിട്ട് വായിച്ചതിന് ശേഷം എക്സാമിന് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇവിടെ രിഞ്ചിം രിഞ്ചിം എന്താണ് വർഷ ആയി എന്നാണ് അല്ലേ. രിഞ്ചിം രിഞ്ചിം കഴിഞ്ഞിട്ട് എന്താണ് വർഷ ആയി. പിന്നെ ഏതാണ് ധർത്തി കി സബ് പ്യാസ് ബുझായി നമ്മൾ പഠിച്ചതാണ്. അപ്പൊ രിഞ്ചിം രിഞ്ചിം കഴിഞ്ഞിട്ട് വർഷ ആയി. അവിടെ വർഷ ആയി രിഞ്ചിം രിഞ്ചിം വർഷ ആയി. പിന്നെ എന്താണ് ഇവിടെ ഉണ്ട് അല്ലേ വർഷ ആയി. സോറി ഇവിടെ ഉണ്ട്, അത് ആൻസർ ആണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് ലാസ്റ്റ് താഴെ എഴുതിയത് ആൻസർ ആണ് കേട്ടോ. വേറെ ബോക്സ് വരച്ചിട്ട് ഇവിടെ ആൻസർ എഴുതിയതാണത്. ഇതാണ്, ഇവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ രിഞ്ചിം രിഞ്ചിം വർഷമായി. പിന്നെ എന്താണ് ധർത്തിക്ക് പ്യാസ് ബുझായി അല്ലേ. ധർത്തിക്ക് പ്യാസ് ബുझായി ശ്യാം ഗഠായേ നദി നാലിയാം താഴ്ത്തലയ്യ. നിങ്ങൾ കവിത വായിക്കുമ്പോൾ നിങ്ങൾക്ക് കവിതയിൽ നോക്കിയാൽ കാണാൻ പറ്റും ശ്യാം ഗഠായേ നദി നാലിയാം കണ്ടോ. ശ്യാം ഗഠായേ നദി നാലിയാം. അപ്പൊ ശ്യാം ഗഠായം കഴിഞ്ഞിട്ട് എന്താണ് ശ്യാം ഗഠായേ ഗുമഡ് രഹി ഹേ നദി നാലിയാം ഉമഡ് രഹി ഹേ. ഇത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ആ ഭാഗം ഫില്ല് ചെയ്യാം. ഓക്കെ, വർഷ ആയി എന്നുള്ള കവിതയിൽ നിന്നാണത്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളത് ഇതുപോലെ പിക്ചർ തന്നിട്ട് അതിന്റെ പേര് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അത് നിങ്ങൾക്ക് താഴെ തരും, നിങ്ങൾ നോക്കി കണ്ടെത്തി എഴുതിയാൽ മാത്രം മതിയാവും. അതായത് ഇതെന്താണ് ഈ പിക്ചറിൽ കാണുന്നത് ഗോഡെ, അതുപോലെ തന്നെ ഗായ്, ഹാത്തി, ബന്ദർ, ഗിൽഹരി, ബഗുള, തോത്ത, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണല്ലേ ഈ പേരുകളൊക്കെ. അപ്പൊ ബഗുള അവിടെ ഉണ്ട്, ഗായി എന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള പിക്ചർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിന്റെ പേരുകളൊക്കെ ഒന്ന് ഹിന്ദിയിലുള്ള പഠിച്ചു വെക്കുക. പിന്നീട് ഇതില് തിത്തലി. തിത്തലി പറഞ്ഞാൽ എന്താണ് പൂമ്പാറ്റയാണ് തിത്തലി. ഇതാ ഇവിടെ ഉണ്ട് തിത്തലി. തിത്തലി പറഞ്ഞാൽ എന്താണ് പൂമ്പാറ്റ. ഇതാണ് തിത്തലി ട്ടോ. പിന്നെ അടുത്തത് എന്താണ് ഗിൽഹരി. ഇവിടെ നമ്മൾ താഴെ നിങ്ങൾ നോക്കുമ്പോൾ ഗിൽഹരി. ഗിൽഹരി എവിടെ ഇതാണ് ഗിൽഹരി അല്ലേ. ഗിൽഹരി. ഗിൽഹരി പറഞ്ഞ അണ്ണാൻ. ബന്ദർ. ബന്ദർ എവിടെയാണുള്ളത് താഴേതാ ബന്ദർ. ബന്ദർ. ഇതാണ് ബന്ദർ ട്ടോ. ബന്ദർ ഉണ്ട്. പിന്നെന്താണ് ഇവിടെ തന്നിരിക്കുന്നത് ചിടിയ. ചിടിയ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ചിടിയ. ഇവിടെ ചിടിയ ഉണ്ട്. ചിടിയ. അപ്പൊ നിങ്ങൾ ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ നമുക്ക് ഈ ചാപ്റ്റർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണിത്. അമ്മായി മരം കാണിച്ചു കൊടുക്കണം അല്ലേ. ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു പോസ്റ്റർ ചെയ്യാൻ വരാൻ സാധ്യതയുണ്ട്. പോസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളൊരു പിക്ചർ വരയ്ക്കുക, മരത്തിന്റെ പിക്ചർ വരയ്ക്കുക. എന്നിട്ട് എഴുതുക പേട് മത്ത് കാട്ടോ. പേട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പേട് നെഹീത്തോ ഹം നെഹീം എന്ന് എഴുതാം. എന്തെഴുതാം പേട് നെഹീം തോ ഹം നെഹി. മരമില്ലെങ്കിൽ നാം ഇല്ല എന്ന സെന്റൻസ് എഴുതാം. ഓക്കെ, പേട് നെഹീം തോ ഹം നെഹീം. അതുകൊണ്ട് എഴുതുമ്പോൾ അത്ര കറക്റ്റായി വരൂല, എന്നാലും എഴുതുകയാണ്. പേട് നെഹീം തോ പേട് നെഹീം തോ ഹം നെഹി ട്ടോ. മരമില്ലെങ്കിൽ നാം ഇല്ല. പേട് നെഹി തോ ഹം നെഹി. മനസ്സിലായില്ലേ. പേട് നെഹി തോ ഹം നെഹീം എന്ന് എഴുതാം. പിന്നെ ഇതിൽ ഈ പാരഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ബുവ ഇവിടെയാണ് ചോദിക്കുക. चिड़िया बैठी है चिड़ियों के मैंने नहीं पाला पेड़ के होने से वे आ गई. പേട് ഹോനയ്ക്ക് കോൻ ആ ഗയി ചോദിക്കാം. മരമുള്ളത് കൊണ്ട് ആര് വന്നു എന്നാണ് പറയുന്നത്. മരമുള്ളത് കൊണ്ട് ആരാണ് അങ്ങോട്ടേക്ക് വന്നത് പേട് ഹോനേസെ വേ ആ ഗയി. ആരൊക്കെ ചിടിയ, പിന്നെ ആരാണ് ഗിൽഹരി അല്ലേ, പക്ഷികളും പിന്നെ ഗിൽഹരിയും ഒക്കെ വന്നില്ലേ, അതാണ് വേ. പേട് ഹോനേസെ വേ ആ ഗയി. മരമുള്ളത് കൊണ്ടാണ് അവ വരുന്നത്, അവർ വരുന്നത്. അതൊക്കെ ചിടിയാം ഓർ
ഗിൽഹരി. നിങ്ങൾക്ക് ചിടിയ മാത്രമാണ് ചോയ്സ് ആയിട്ട് തരുന്നെങ്കിൽ നോക്കി എഴുതാം. ഗിൽഹരി മാത്രമാണ് തരുന്നെങ്കിൽ അങ്ങനെ എഴുതാം. तो अपने घर में पेड़ उगा लो तो गिलहरी आ जाएगी. നിങ്ങൾക്ക് പേടിന്റെ പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഈ സെന്റൻസ് നിങ്ങൾക്ക് അതിലേക്ക് എഴുതാൻ പറ്റും. പേട് ഉഗാലോ, പേട് ഉഗാലോ, പ്രകൃതി കാ സംരക്ഷൺ കരോ. അത്രയും നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. ഞങ്ങൾ ചെറിയ കുട്ടികളാണ്, 5ാം ക്ലാസ്സിൽ ഇപ്പം ഹിന്ദി പഠിച്ചു വരുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ആണ് പറഞ്ഞത് പേട് നെഹീത്തോ ഹം നെഹീം. ഒരു പക്ഷേ നിങ്ങൾക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെന്റൻസ് തരും താഴെ, ശരിയുള്ളതും തെറ്റുള്ളതും തരും. അപ്പൊ ശരി ഏതാണോ നോക്കിയിട്ട് ആ സെന്റൻസിനെ നിങ്ങൾ പിക്ചർ വരച്ച ബോക്സിലേക്ക് എടുത്ത് എഴുതാം. ഓക്കെ, ഈ ഭാഗത്തുനിന്ന് അത്രയാണ് ചോദിക്കാൻ സാധ്യതയുള്ള വൺ വേർഡും അതുപോലെ തന്നെ ഒരു പോസ്റ്ററുമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ നമുക്ക് 3ാമത്തെ യൂണിറ്റാണ് നമ്മൾ നോക്കിയത്. പിന്നെ നമുക്ക് ഏതായിരുന്നു ചാപ്റ്റർ? ആ ഒരു അതായത് പോലെ തന്നെ 1 2 3 4 5 വരെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു 10 വരെ പഠിച്ചു വെക്കണം. 1 2 3 4 5 6 7 8 9 10, 10 വരെ പഠിച്ചു വെക്കുക. അപ്പം അത് ഏതെങ്കിലും രീതിയിൽ ചോദിക്കാൻ സാധ്യത ഉണ്ട്. നമ്പർ തന്നിട്ട് അത് എഴുതാനോ എന്തെങ്കിലും രീതിയിൽ ഈ നമ്പറിന്റെ കാര്യം ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം നിങ്ങൾക്കത് ക്വസ്റ്റ്യനിൽ കണ്ടാൽ മനസ്സിലാവും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ചോയ്സ് ആയിട്ട് തരും. 5ാം ക്ലാസ് അല്ലേ, അതുകൊണ്ട് തന്നെ ചോയ്സ് ആയിട്ട് തരും. നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതിയാൽ മാത്രം മതിയാവും. അതുകൊണ്ട് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ കച്ചുവ, മച്ചലി, മേണ്ടക്ക്, പൂൽ, കൗവ, ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കുക. ബൂര, പീല, ഹര, ലാൽ, കാല. പീല, ഹര ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടേനി അല്ലേ? പിന്നെ നമ്മുടെ ഫസ്റ്റ് ടൈമിൽ ചോദിച്ചിട്ടുണ്ടേനി പീല, ലാൽ, ഹര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേനി. എങ്കിലും ഒന്നും കൂടെ നോക്കിയിട്ട് പോവുക. ഈ ചാപ്റ്റർ ഒന്നും കൂടെ നോക്കുക. പിക്ചറിലുള്ള പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓരോ പിക്ചറും പാഠത്തിലുള്ള ഓരോ പിക്ചർ എടുക്കുക. അതിൻ്റെ ഒക്കെ പേര് ഹിന്ദിയിൽ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ബന്ദറിനെ ഇപ്പം നമ്മൾ കുറേ പ്രാവശ്യം പഠിച്ച്, ബഗുള പഠിച്ച്, മച്ചലി പഠിക്കാത്തത് ഇതൊക്കെ നേരത്തെ കുറേ പഠിച്ചതുകൊണ്ട് ഓർമ്മയിലുണ്ടാവും. ബഗുള ഓർമ്മയിലുണ്ടാവും, മേണ്ടൊക്കെ ഓർമ്മയിലുണ്ടാവും. മച്ചലി അതൊക്കെ പഠിക്കാം. മച്ചലീൻ്റെ ച മാറിപ്പോരുത്, മച്ചലി ഇങ്ങനെയാണ് മച്ചലീൻ്റെ ച. പിന്നെന്താണ് ഇതിന് താലാബ്, അതായത് ഇതെന്താണ് താലാബാണ് അല്ലെ, കുളമാണിത്, താലാബാണ്. ഇനി നമുക്ക് അതിന് മുകളിലേക്ക് ഏതാണ് ചാപ്റ്റർ നോക്കാം. കണ്ടോ, അതിനൊക്കെ പേരെഴുതാൻ വന്ന് കണ്ടോ, മച്ചലി, അതുപോലെ തന്നെ പേട്, അബ് ഗുഷി ഗുഷ് ഹോ ഗയി. ഈ ചാപ്റ്ററും കൂടെ നോക്കുക. ചോഞ്ച് ബോളുമേ ഫംസ് ഗയി, ഇത് പഠിച്ചു വെക്കുക. ചുണ്ട് ബോളിൽ കുടുങ്ങി, ചോഞ്ച് ബോളുമേ ഫംസ് ഗയി. യഹ് തോ ഗോൾ ഹേ, ഇതൊക്കെ വായിച്ച് പഠിച്ചു വെക്കുക. അതൊക്കെ എങ്ങനെയാണ് ചോദിക്കാന്ന് പറയാൻ പറ്റൂല. ഇതൊക്കെ വായിച്ച് പഠിച്ചു വെക്കുക. ചെറിയ സെന്റൻസ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കുക, ഓർമ്മയിലുണ്ടായിക്കോട്ടെ. ഭാഗോ ദോസ്തോ ഭാഗോ ഏക് വിചിത്ര ജീവ്. ശരിക്ക് വായിക്കുക. വായിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് കാണുമ്പോൾ വേഗം ഓർമ്മ വരും. ഖുഷി ഉദാസ് ഹേ, അത് പഠിക്കുക. കിത്തനാ മസാ, ഖുഷി ഓർ ബോൾ, ഖുഷി ഓർ ബോൾ. കുറച്ചല്ലുള്ളൂ വിചിത്ര ജീവ് പഠിക്കാൻ. ഖുഷി ഓർ ബോൾ, അതുപോലെ തന്നെ കിത്തന മസ. പിന്നെ എന്താണ്, ഖുഷി ഉദാസ് ഹേ, യഹ് തോ ഗോൾ ഹേ, ചോഞ്ച് ബോൾ മേ ഫംസ് ഗയി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. ചോഞ്ച് ബോൾ മേ ഫംസ് ഗയി. ചോഞ്ച് കഹാം ഫംസ് ഗയി ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉത്തരമായിട്ട് എന്ത് എഴുതാ, ബോൾ മേ ഫംസ് ഗയി, ബോൾ മേ എന്ന് ഉത്തരമായിട്ട് എഴുതാ. ചോഞ്ച് കഹാം ഫംസ് ഗയി ചോദിച്ചാല് ബോൾ മേ ഫംസ് ഗയി. ഫില്ല് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഇതന്നെ ചിലപ്പോൾ ഫില്ല് ചെയ്യാൻ ചോദിക്കും. ഇത്രയും തന്നിട്ട് ബാക്കി ഭാഗം ഫില്ല് ചെയ്യാൻ പറയണമെങ്കിൽ ചോഞ്ച് എന്ന് എഴുതുക. ഈ ചോഞ്ച് എന്ന് എഴുതുക. ബോൾ മേ ഫംസ് ഗയി തന്നിട്ടുണ്ടായിരിക്കും, ചോഞ്ച് തന്നിട്ടുണ്ടായിരിക്കില്ല. അത് നിങ്ങൾക്ക് ചോയ്സ് ആയിട്ടുണ്ടാവും. അവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ചോഞ്ച് എന്ന് എഴുതാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിചിത്ര ജീവ് കഴിഞ്ഞിട്ട് पौधे में फूल है, घर के अंदर लड़का है, चिड़िया पेड़ पर है,
नदी में मछली है, बगीचे में लड़की है, कुत्ता घर के बाहर है. കോൺ എന്ന് പറഞ്ഞാൽ ആര്? ഈ ചോദ്യത്തിന്റെ ഒക്കെ അർത്ഥം ഒന്ന് പഠിച്ചു വെക്കുക. അതായത് നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേഗം എഴുതാൻ പറ്റും. കോൻ പറഞ്ഞാൽ ആര്, കഹാം എവിടെ, ക്യാ എന്ത്, അതന്നെയാണ് ഇവിടേക്കും ചോദിച്ചത്. കോൻ ആര്, എവിടെ എന്ത്. ആര് എവിടെ എന്ത്, കോൻ കഹാം ക്യാ. എന്താണ് കോൻ കഹാം ക്യാ, ആര് എവിടെ എന്ത്. കോൻ പറഞ്ഞ ആര്, കഹാം എവിടെ, ക്യാ എന്ത്. ഓക്കെ, അതിന്റെ അർത്ഥം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് വേഗം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റും. ഗർക്കെ അന്തർ കോൻ ഹെ എന്നാണ് ഇവിടെ ചോദ്യം. അത് വീട്ടിന്റെ ഉള്ളിൽ ആരാണ്, അതായത് ഇവിടെ ഒരു പിക്ചർ ഉണ്ടല്ലോ, ഒരു വീടും അതിന്റെ ഉള്ളിൽ വീട്ടിന്റെ ഉള്ളിൽ കണ്ടാലേ എടുക്കുക. ആ പിക്ചർ വെച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചോദ്യം ചോദിച്ചത് കേട്ടോ. നിങ്ങൾക്കും ചിലപ്പോൾ ഇതുപോലെയൊക്കെ ചോദിക്കും. വേറെ ചോദ്യവും പിക്ചർ വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയോ, സ്വന്തമായിട്ട് വായിച്ച് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. അതുപോലെ തന്നെ ഒരു കവിത നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, തിനക്ക ലാക്കർ മഹൽ ബനാത്തി, അത് ഫസ്റ്റ് ടൈമിലേക്കാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ചെടിയാക്കാകർ, എങ്കിലും അതൊന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പൊ എത്രയാണ് നമ്മള് നോക്കാനുള്ള ചാപ്റ്റർ. വളരെ ചെറിയ ചാപ്റ്ററാണ്. നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. നന്നായിട്ട് എക്സാമിന് നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഓക്കെ, വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെ ഉള്ളതാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് പാഠത്തിലുള്ളതാണെന്നൊക്കെ മനസ്സിലാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ എഴുതാനും നല്ല മാർക്ക് വാങ്ങാനും പറ്റും. അതുകൊണ്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് അമ്മയുടെ സഹായത്തോടെ, അമ്മയുടെയോ ചേച്ചിയുടെയോ ചേട്ടൻ്റെയോ ഒക്കെ സഹായത്തോടെ എന്ത് ചെയ്യുക, ആ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം. ഓക്കെ.